നമസ്കാരം. യൂടോക്കിന്റെ ചലച്ചിത്ര നിരൂപണത്തിലേക്ക് സ്വാഗതം. സൗബിനെയും അർജുൻ അശോകിനെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സംവിധായകൻ ജിതു മാധവൻ രോമാഞ്ചം എന്ന സിനിമ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 2007 കാലഘട്ടത്തിൽ ബാംഗ്ലൂരിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥ പറയുന്ന സിനിമയാണ് രോമാഞ്ചം. ഈ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് രണ്ടുപേർ എത്തുന്നതാണ് കഥ. ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് സൗബിനാണ്. പിന്നീട് സിറ്റുവേഷൻ കോമഡിയിലൂടെ ആറാടുകയാണ് സിനിമ. അവിടെ വെച്ച് സംഭവിക്കുന്ന ഹൊറർ കോമഡി അനുഭവങ്ങളാണ് കഥയുടെ നട്ടെല്ലായി കാണുന്നത്. പശ്ചാത്തല സംഗീതം ഇല്ലാത്ത സീനുകളിൽ തിയേറ്ററിൽ ചിരിയുടെ മുഴക്കം മാത്രമാണ് ഉയർന്നു കേട്ടത്. തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാൻ കഴിയും, ഹൊററും കോമഡിയും ഒരുമിച്ച് ചേർന്ന ഒരു വലിയ സിനിമ തന്നെയാണ് രോമാഞ്ചം. വളരെ ലളിതമായൊരു കഥ, എന്നാൽ പ്രേക്ഷക മനസ്സിലേക്ക് വലിയ രീതിയിൽ തന്നെ കഥ ഒഴുകിയെത്തുന്നു. ഒരു ഓളത്തിനിരുന്ന് സിനിമ കാണുന്ന പ്രേക്ഷകർ ചിരിച്ചു മറയുന്നതാണ് തിയേറ്ററിൽ കാണുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് തിയേറ്ററിൽ ഇത്തരം ചിരി പടരുന്ന അനുഭവമെന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. രോമാഞ്ചം സിനിമ പുതുമുഖങ്ങൾ അഭിനയിച്ച സിനിമയെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത വിധമുള്ള അഭിനയ മികവ് തന്നെയാണ് ഓരോ കഥാപാത്രവും ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സൗബിനും അർജുൻ അശോകനും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അർജുൻ അശോകിന്റെ കരിയറിലെ മികച്ച സിനിമയെന്ന് എടുത്തു പറയാൻ കഴിയുന്നത് തന്നെയാണ് രോമാഞ്ചം. സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം ഒരുക്കിയ മ്യൂസിക് എടുത്തു പറയാൻ കഴിയും. ഓരോ സീനുകളും ഗാനങ്ങളും പ്രേക്ഷകരുടെ പ്രതീക്ഷ തെറ്റാതെ കാക്കാൻ സംവിധായകൻ ജിതു മാധവന് കഴിഞ്ഞു. സൗബിനും അർജുൻ അശോകനും ഒരറ്റത്ത് തകർത്താടുമ്പോൾ ഒതളങ്ങാതുരുത്തിലെ നത്ത് അബിൻ ജോർജും ജഗദീഷ് കുമാറും മറുവശത്ത് തകർത്താടിയപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകർക്ക് രോമാഞ്ചമായി. ഒരിക്കൽ പോലും സ്ക്രീനിൽ വരാത്ത എന്നാൽ ആദ്യാവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നായികാ കഥാപാത്രം ചിത്രത്തിലുണ്ട്. അതാരെന്നറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ സിനിമ കാണണം. രോമാഞ്ചത്തിന്റെ രണ്ടാം ഭാഗം വെച്ച് നീട്ടിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജിതു മാധവൻ കഥ എഴുതി സംവിധാനം ചെയ്ത രോമാഞ്ചത്തിന്റെ നട്ടെല്ല് സംഗീതമാണെന്ന് എടുത്തു പറയാൻ കഴിയും. സാനു താഹിറിന്റെ ക്യാമറ കഥയുടെ യാത്രയ്ക്ക് മികവ് പുലർത്തിയിട്ടുണ്ട്. കിരൺ ദാസിന്റെ എഡിറ്റിംഗ് രോമാഞ്ചത്തെ പ്രേക്ഷകർക്ക് ഒരു രോമാഞ്ചം തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. തികച്ചും ഏറെ ശ്രദ്ധ നേടിയ സിനിമ തന്നെ രോമാഞ്ചം. വളരെ കാത്തിരിപ്പിനു ശേഷം തിയേറ്ററിലെത്തിയ രോമാഞ്ചം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ആൾക്കാർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ടുണ്ട്. എല്ലാ സീനിലും ആൾക്കാർ ചിരിക്കുന്നുണ്ട്. നല്ല രസമാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം രോമാഞ്ചം. നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പോൾ വളരെ ഹാപ്പിയായി. പിന്നെ തിയേറ്ററിൽ എല്ലാവരും കൂടി ഇരുന്ന് കാണാൻ പറ്റിയപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോഴും വളരെയധികം സന്തോഷം. എല്ലാവരും ചിരിക്കുന്നുണ്ട് മിക്ക സീൻസിലും. അപ്പോൾ ഹാപ്പിയാണ്. ഇനി എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കും ആ റിവ്യൂ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. മാക്സിമം തിയേറ്റർ മിസ് ചെയ്യാണ്ട് പോയി കാണുക.